എന്തുകൊണ്ട് ഇപ്പോൾ കർഷക തൊഴിലാളികൾ സി പി എമ്മിനൊപ്പം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർഷക തൊഴിലാളികൾ സി പി എമ്മിനൊപ്പം തന്നെയുണ്ട്. പക്ഷേ കർഷക തൊഴിലാളികൾ വന്നിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 4% കർഷക തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ഓണേഴ്സായിട്ട് മാറിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടായി. ആ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ പറഞ്ഞ ഈഴവ വിഭാഗത്തിന് ആരോടുണ്ടായിരുന്നു? സി പി എമ്മിനോടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഈഴവ വിഭാഗത്തിന് ഭൂമി നൽകിയ ഇടതുപക്ഷത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ അവർക്കില്ല. കാരണം പുതിയ തലമുറയാണ്, അവർക്കറിയില്ല ഇടതുപക്ഷമാണ് ഭൂപരിഷ്കരണത്തിലൂടെ ഇവർക്ക് ഭൂമി നൽകിയതെന്നും ഇവരെ സമ്പന്നതയിലേക്ക് കൊണ്ടുവന്നതും എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ഇവർ മറന്നുപോയിരിക്കുന്നു. ഈ മലബാർ മേഖലയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പക്ഷം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ഇന്ന് കാലം മാറി, ഇന്ന് ആ തലമുറയും മാറി. ആ തലമുറയും മാറിയതോടു കൂടിയിട്ടാണ് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ വളരെ വലിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുള്ളത്. നമസ്കാരം സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെ ഭരണത്തിലെത്തിച്ചതിൽ ജൻസിയുടെ വോട്ടുകൾക്ക് നല്ലൊരു പങ്കുണ്ടായിരുന്നു നമുക്കറിയാം. അപ്പം ജൻസി വോട്ടുകൾ UDF-ന് കിട്ടിയെന്ന് പറയുമ്പോൾ LDF-ന് അത് നഷ്ടപ്പെട്ടു എന്നൊരർത്ഥം കൂടിയുണ്ട്. എല്ലാ കാലത്തും ഒരു തൊഴിലാളി വർഗ പാർട്ടിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം നമ്മൾ കാണുന്നത്. ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇവർക്ക് വോട്ട് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്നതും ഈ സംഘടിത മേഖലകളിലെ തൊഴിലാളി വർഗത്തിൻ്റേത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പാർട്ടി വിലയിരുത്തലുകളിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വിദഗ്ധരും പറയുന്നുണ്ട്. അതിൽ കുറേ യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ LDF-ന് അത് നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ തിരിച്ചു വരേണ്ടത് കേരളത്തിനും അനിവാര്യതയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ തിരിച്ചുവരവിന് അവരേറ്റവും കൂടുതൽ ഇനി ആശ്രയിക്കേണ്ടത് പുതുതലമുറയെ അല്ലെങ്കിൽ യുവാക്കളെയാണ്. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതായത് CPM എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്നും തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഇപ്പോൾ കർഷക തൊഴിലാളി സമരങ്ങളിലൂടെയാണ് CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അവർക്കൊരു അടിത്തറ പാകിയത് എന്നുള്ളത് ചരിത്ര രേഖകളാണ്. എന്തുകൊണ്ട് ഇപ്പോൾ കർഷക തൊഴിലാളികൾ CPM-നൊപ്പം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർഷക തൊഴിലാളികൾ CPM-നൊപ്പം തന്നെയുണ്ട്. പക്ഷേ കർഷക തൊഴിലാളികൾ വന്നിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 4% കർഷക തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞിരിക്കുന്നു. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കർഷകരുടെ സ്വഭാവം മാറിയതല്ല, കാർഷിക രീതിയുടെ സ്വഭാവം മാറിയിട്ടില്ല. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ നമ്മുടെ പറമ്പിൽ ഒരു കപ്പ ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചേന നടണമെങ്കിൽ ഇപ്പോൾ എന്ത് പണിക്കും ആയിക്കൊള്ളട്ടെ, എന്തിനേറെ പറയുന്നത് റബ്ബർ വെട്ടാൻ പോലെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മാറി. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കർഷക തൊഴിലാളികളാവുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ തൊഴിലാളികളൊന്നും ഒരിക്കലും CPM-നെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ CPM-ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആളുകളോ അല്ല. അപ്പോൾ കേരളത്തിലുള്ള കർഷക തൊഴിലാളികളിൽ കുറവ് വരികയും ആ ഒരു സ്പേസിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ വരികയും ചെയ്തതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്കിലുള്ള ഒരു കുറവ്. നേരത്തെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ ഈ കർഷക തൊഴിലാളികളൊക്കെ ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുമിച്ച് കൂടിയതിന് ശേഷം അവർ പണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ചില രാഷ്ട്രീയ സംസാരങ്ങളുണ്ടാകുമായിരുന്നു. തലേദിവസം കേട്ടിട്ടുള്ള റേഡിയോ വാർത്തകളായിക്കൊള്ളട്ടെ, അതിനുശേഷം വന്നിട്ടുള്ള ദൂരദർശൻ വാർത്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ടിട്ട് ഇവരൊരു രാഷ്ട്രീയ ചർച്ച അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് അവർ വാദിക്കുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെ വാദിക്കാനായിട്ട് കർഷക തൊഴിലാളികളുണ്ടോ? കർഷക തൊഴിലാളികളുടെ എണ്ണത്തിൽ വന്നിരിക്കുന്ന കുറവുണ്ട്. എന്നാൽ തൊഴിലാളികളുണ്ട്. ഇവിടെ തൊഴിലാളികളിൽ വേറൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ ഷിഫ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതുകൂടാതെ തന്നെ CPM അധികാരത്തിൽ വന്നതോടുകൂടി ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? നേട്ടമുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ഓണേഴ്സായിട്ട് മാറിയത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടമുണ്ടായി. ആ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ പറഞ്ഞ ഈഴവ വിഭാഗത്തിന് ആരോടുണ്ടായിരുന്നു? CPM-നോടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഈ തലമുറ മാറ്റം സംഭവിക്കുന്നതിലൂടെ എന്താണ് ഉണ്ടായിരിക്കുന്നത്? അന്ന് ഈ പറഞ്ഞ ഈഴവ വിഭാഗത്തിന് ഭൂമി നൽകിയ ഇടതുപക്ഷത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ അവർക്കില്ല. കാരണം പുതിയ തലമുറയാണ്, അവർക്കറിയില്ല ഇടതുപക്ഷമാണ് ഭൂപരിഷ്കരണത്തിലൂടെ ഇവർക്ക് ഭൂമി നൽകിയതെന്നും ഇവരെ സമ്പന്നതയിലേക്ക് കൊണ്ടുവന്നതും എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ഇവർ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും SNDP ഉയർത്തുന്ന ഹിന്ദുത്വവാദങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പിന്തുണ കിട്ടുന്നത്.
നേരത്തെ അവർ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവർ കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളാതെ മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുകൂടാതെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വലിയൊരു വിഭാഗം എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മലബാറിലും ഭൂപരിഷ്കരണം വഴിയായിട്ട് ഒരുപാട് ആളുകൾക്ക് ഭൂമി സ്വന്തം പേരിൽ കിട്ടി. അങ്ങനെ ഭൂമി സ്വന്തം പേരിൽ കിട്ടിയതോടുകൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരിൽ പല ആളുകൾക്കും ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഈ ഭൂമിയൊക്കെ പണയം വെച്ച് വിദേശത്തേക്ക് പോകാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലബാർ മേഖലയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പക്ഷം മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ CPM-നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ഇന്ന് കാലം മാറി, ഇന്ന് ആ തലമുറയും മാറിയതോടു കൂടിയിട്ടാണ് CPM-നെ സംബന്ധിച്ചിട്ട് CPM-ന്റെ വോട്ട് ബാങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ വളരെ വലിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുള്ളത്. അപ്പോഴൊരു ചോദ്യം വരും, തൊഴിലാളികൾ ഇല്ലേ കേരളത്തിൽ നിന്ന്? പണ്ട് ജന്മിമാരുടെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് ഈ കുടിയാന്മാരെന്ന് പറയുന്നത്. ഇന്നും കുടിയാന്മാരില്ലേ? ഇന്ന് ജന്മിമാരുടെ പറമ്പിന് പകരമായിട്ട് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് മലയാളി തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ഉദാഹരണം എടുത്തു നോക്കുക. അതായത് നമ്മളുടെ ഇവിടുത്തെ IT ഇൻഫോ പാർക്കിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ടെക്നോ പാർക്കിലേക്ക് ചെല്ലുക, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ IT പാർക്കുകളിലേക്ക് ചെല്ലുക. അവിടെ ഒരാൾ പണിയെടുക്കുന്നത് എത്ര മണിക്കൂറാണ്? രാവന്തിയോളം പണിയെടുത്തു കഴിഞ്ഞാലും ഏറ്റവും ഒടുവിൽ ആ ഒരു വർക്ക് പ്രഷർ താങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ടോ? ഒരു IT കമ്പനിയിൽ നിന്ന് ഒരാളെ വേണമെങ്കിൽ നെക്സ്റ്റ് ഡേ ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നേരത്തെ യൂണിയനുകൾ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറിയിൽ നിന്ന്, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഫാക്ടറികൾ ഉണ്ടായിരുന്നു, ഇതിവിടെ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു തൊഴിലാളിയെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുമായിരുന്നു? IT മേഖലകളെല്ലാം അസംഘടിത മേഖലയാണ്. അവിടെ ആ അസംഘടിത മേഖലയിൽ ആ തൊഴിൽ മേഖലയ്ക്ക് പ്രശ്നമുണ്ടാക്കാതെ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാനായിട്ട് CPM തയ്യാറാവണം. അവരിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. പണ്ട് കൃഷിയിടത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കർഷക തൊഴിലാളികളുണ്ട്. അവരുടെ വിഷയത്തിൽ എങ്ങനെ CPM ഇടപെട്ടോ അതേ രീതിയിൽ തന്നെ ഇന്ന് കോർപ്പറേറ്റ് മുതലാളിമാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന IT പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരിലേക്ക് തൊഴിലാളി വർഗ ആശയം നിറയ്ക്കാനായിട്ട് CPM-ന് സാധിച്ചാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സാധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവ് വളരെ വേഗത്തിലായിട്ട് മാറും. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഇവിടുന്ന് യൂബർ ഉണ്ട്, ആമസോണിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡെലിവറി ബോയ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒല ടാക്സി ഉണ്ട്, യൂബർ ടാക്സി ഉണ്ട്. ഇപ്പോൾ യൂബർ ടാക്സിയുടെയും ഒല ടാക്സിയുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഈ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട് CIT-ന്. ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ഇപ്പുറത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ യൂബർ ഓല ഡ്രൈവർമാരാവുകയാണ്. അപ്പോൾ ഈ യൂബറിനെ ഓലയും റെയിൽവേ സ്റ്റേഷനിൽ തടയാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഈ പറഞ്ഞ CIT ടാക്സി യൂണിയൻകാരുണ്ട്. അപ്പോൾ ഈ രണ്ട് ആളുകളെയും എങ്ങനെ ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിനെ, അവരും തൊഴിലാളികളല്ലേ? അവർ CIT-ന്റെ ഭാഗത്തു നിന്ന് ഈ പറഞ്ഞ യൂബർ തൊഴിലാളികൾക്ക് നേരെയും ഈ പറഞ്ഞ ഒല തൊഴിലാളികൾക്ക് നേരെയും അതിക്രമം ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ CPM അനുഭാവികളായിരിക്കും ഈ കുട്ടികളൊക്കെ, ഈ പറഞ്ഞ തൊഴിലാളികളൊക്കെ. അവർ നേരെ എന്ത് ചെയ്യും? BMS പോലെയുള്ള യൂണിയനുകളെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് BMS-ലൊക്കെ ഒരുപാട് വലിയ രീതിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. BMS കേരളത്തിൽ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം BMS എന്ന തൊഴിലാളി പ്രസ്ഥാനം അത് BJP-യുമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് HMS സ്വതന്ത്ര തൊഴിലാളി യൂണിയനായിട്ട് നിൽക്കുന്നതാണ്. ഈ യൂണിയനുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പോയി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇടതുപക്ഷ മനോഭാവമുള്ള ആളുകളാണ്. പക്ഷേ CIT-കാരുടെ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടാണ് വലിയൊരു വോട്ട് ബാങ്ക് ഇടതുപക്ഷത്തു നിന്ന് അകന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ആമസോണിലൊക്കെ ഡെലിവറിക്ക് വരുന്ന ആളുകൾ, അത് GST വകുപ്പോടെ ഇടപെടേണ്ട വിഷയമാണ്. ഈ ആമസോൺ പോലെയുള്ള കമ്പനികൾ ഈ നാട്ടിൽ നടത്തുന്ന സെയിൽസിനെ കുറിച്ച് കൃത്യമായ കണക്കെടുപ്പ് നടത്തേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ VD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസംഘടിതരായിട്ട് നിൽക്കുന്ന ഈ തൊഴിലാളി വർഗത്തെ സംഘടിതരാക്കുവാനായിട്ട് സാധിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുടെ അവകാശത്തെക്കുറിച്ച് കൃത്യമായൊരു ബോധവൽക്കരണം ഇവരിൽ നടത്തിയാൽ മാത്രമേ CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തുള്ളൂ. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടിരുന്ന പല ആളുകളും, അതായത് ബ്ലൗസ് ചുമപ്പ തുണി കൊണ്ട് മാത്രം തയ്ച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഇന്ന് അവരുടെ കൊച്ചുമക്കൾ പലരും കോൺഗ്രസ് അനുഭാവികളായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ BJP അനുഭാവികളായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് ഈ ഭൂപരിഷ്കരണത്തിൻ്റെ നേട്ടമുണ്ടാക്കിയവർ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടത്തെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരു സമൂഹമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ CPM-നെ സംബന്ധിച്ചിട്ട് പണ്ട് ജന്മിയുടെ ഭൂമിയിലാണ് കർഷക തൊഴിലാളികൾ പണിയെടുത്തിരുന്നതെങ്കിൽ ഇന്നിവിടെ IT തൊഴിലാളികൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഈ വിഭാഗത്തെ ഏത് രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കുന്നോ എന്നാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയപരിപാടികൾ അത് ആ പാർട്ടി തന്നെ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, പണ്ടത്തെ പോലെ സ്വകാര്യവൽക്കരണത്തെ അതിശക്തമായിട്ട് ഇടതുപക്ഷം എതിർക്കുന്ന സമയത്തും സ്വകാര്യ നിക്ഷേപങ്ങളെ ഇടതുപക്ഷം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ശുഭസൂചകമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ വീണ്ടും ഈ തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അസംഘടിതരായിട്ട് നിൽക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ടും CPM-ഉം ഇടതുപക്ഷവും തയ്യാറാകുന്ന പക്ഷം ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും, പോയ വോട്ട് ബാങ്കിനെ ആ രീതിയിൽ മാത്രമേ CPM-ന് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്.